തീർച്ചയായും അതിഥിയിലേക്ക് പോവുകയാണ്. ആരാണ് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് എന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം അല്ലെ? ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ വളരെ സജീവമായി, പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിക്കറ്റ് ലീഗ് നടക്കുന്നു. അപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ആൾക്കാർ കൂടുതൽ പരിചയപ്പെട്ട ഒരു സമയം. അപ്പോഴാണ് നമ്മുടെ ഒരു പെൺകുട്ടി വിമാനം കയറി UAE ടീമിലേക്ക് എത്തിയത്. അതെ, UAE ടീമിൽ സെലക്ഷൻ കിട്ടിയ മലയാളിയായ കെസിയ മറിയം സബിനാണ് ഇന്ന് നമുക്കൊപ്പം മോർണിംഗ് വൈബ്സിൽ അതിഥിയായി ചേരുന്നത്. കെസിയ, സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് നമുക്ക് എല്ലാവർക്കും അല്ലെ? ഒരുപാട് അഭിമാനം തോന്നുന്നു. കെസിയുടെ പിതാവ് എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, സവിൻ ചേട്ടൻ. നേരത്തെ ഉണ്ടായിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ റിപ്പോർട്ടർ TVയിൽ അവിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ നമുക്ക് സബിൻ ചേട്ടന്റെ വിശേഷങ്ങൾ ചോദിക്കാം കെസിയോട്. എന്തായാലും കെസിയ, എന്ത് തോന്നുന്നു ഇപ്പോ? വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാഷണൽ ടീമിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് എനിക്കും എന്റെ ഫാമിലിക്കും അത്രയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ജനിച്ച സ്ഥലത്ത് ജനിച്ച കൺട്രിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ കെസിയ, ഈ പരിശീലനമൊക്കെ അത് എത്തരത്തിലായിരുന്നു? കാരണം ഈ ക്രിക്കറ്റ് പരിശീലനത്തിലുള്ള സാധ്യതകളൊക്കെ അത്രയും സാധ്യമല്ലല്ലോ. ക്യാമ്പിലെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് വിശദമാക്കിയാൽ. ഇവിടെ എനിക്ക് 2 ആഴ്ചത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു, നാഷണൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. 2 ആഴ്ചത്തെ ക്യാമ്പിന് ശേഷമാണ് അവര് ടൂർ പോകാനുള്ള സ്ക്വാഡ് അനൗൺസ് ചെയ്തത്. ക്യാമ്പിൽ തന്നെ ഇപ്പോ ഞാൻ അല്ലാതെ വേറെ 3 മലയാളികളുണ്ട് പ്ലെയേഴ്സ്. അവർ 3 സിസ്റ്റേഴ്സ് ആണ്. മലയാളികളാണ്. ഫിസിയോ മലയാളിയാണ്. പിന്നെ നമ്മള് കൂടുതലും ഇന്ത്യൻസ് തന്നെയാണ് ടീമില്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തമ്മിലൊരു ബോണ്ട് ഉണ്ട്, എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നല്ലൊരു വൈബ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് മാച്ചസ് വരുമ്പോഴും. പിന്നെ കോച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. ഞാൻ അഹമ്മദ് റാസ സർ ആണ് നമ്മുടെ ഹെഡ് കോച്ച്. സോ സർ ഫോമർ UAE പ്ലെയർ ആയിരുന്നു. സോ അവരുടെ കീഴിൽ വളരെ ഒരു നല്ല ടീമാണ് UAE ഇപ്പൊ പോകുന്ന ടീം. ഒരു ഫെയർലി യങ് സൈഡ് ആണ് നമ്മള്. സോ അതുകൊണ്ട് തന്നെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു വിൻ ഓൾ ദ ഗെയിംസ്. കെസിയ, ഈ കെസിയയിലെ ക്രിക്കറ്ററെ അത് ആദ്യം ആരാണ് കണ്ടെത്തിയത്? എൽദോ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും പെൺകുട്ടികൾ അധികം നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് പ്രത്യേകിച്ച് ക്രിക്കറ്റിലേക്കൊക്കെ വരുന്നത് വളരെ കുറവാണ്. അപ്പം എത്തിയിട്ടുണ്ട്. എന്നാലും കെസിയയിലെ ആ ഒരു ക്രിക്കറ്റർ അത് ആരാണ് കണ്ടെത്തിയത്? എങ്ങനെ ഈ രംഗത്തേക്ക് എത്തി? ഞാന് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങാൻ കാരണം തന്നെ എന്റെ ഫാദറാണ്. പപ്പ വളരെ വലിയൊരു ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് ആണ്, ക്രിക്കറ്റ് ജേർണലിസ്റ്റും കൂടിയാണ്. അപ്പോ പപ്പ എന്റെ അനിയൻ ഷോണിനെ കളിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന് കൂടെ ഞാൻ ജോയിൻ ചെയ്തതാണ് അനിയന്റെ കൂടെ. പിന്നെ ഒരു പോയിന്റിനപ്പുറം ആയപ്പോഴത്തേക്കും എനിക്ക് ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ +16 കാറ്റഗറിയിൽ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം സെലക്ഷൻ കിട്ടിയത്. അവിടെ നിന്നാണ് പ്രൊഫഷണലി കളി എടുത്തത്. ഓക്കെ കെസിയ, അതിനുശേഷം ഈ കൂടുതൽ വൈദഗ്ധ്യം തേടിപ്പോയി, അതായത് ഈ രാഹുൽ ദ്രാവിഡ് അക്കാദമിയിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടുത്തെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു കെസിയ? ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുൽ ദ്രാവിഡ് സാറിനെ 6 ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് ബാംഗ്ലൂരിലേക്ക് ഞാൻ മൂവ് ചെയ്തിരുന്നു. അവിടെ ഒരു 1 ഇയർ പ്രാക്ടീസ് ചെയ്തിരിക്കവെയാണ് എനിക്ക് രവിശാസ്ത്രി സാറിന്റെ അക്കാഡമിയായ കോച്ചിങ് ബിയോണ്ട് ചെന്നൈയിലെ ഒരു 3 ഇയർ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ എനിക്ക് അവിടെ കിട്ടി. അവിടെ പ്രാക്ടീസ് ചെയ്യവേ അവിടെ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് UAE വരാനുള്ള നാഷണൽ ക്യാമ്പിലേക്ക് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് എനിക്കത് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോ ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. കെസി ഇപ്പോൾ ഒരു 7 വർഷമായി ഈ കരിയർ രംഗത്തുണ്ട്. ആ ഒരു കരിയർ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. UAE ടീമിലേക്ക് ഇടം നേടാനായി എന്നുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഉണ്ടായ ഒരു മറക്കാനാകാത്ത അനുഭവം അതെന്തായിരിക്കും? ഈ 7 വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫെയിലിയേഴ്സ്, അതായത് സക്സസിനേക്കാളും കൂടുതൽ ഫെയിലിയേഴ്സ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കും നാട്ടില് ഞാൻ കേരള അണ്ടർ-19 റെപ്രസെന്റ് ചെയ്തിരുന്നു 2 സീസൺ. അപ്പൊ അതിലും ടീമിൽ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള സീസൺ ഞാൻ റെപ്രസെന്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ടീമിൽ കിട്ടില്ല, അപ്പൊ അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ്സും, പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു പോയിന്റിൽ ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്യാം എന്നൊരു ഫീല് വരെ വന്നിരുന്നു. അപ്പോഴും അതിൽ നിന്ന് നമ്മൾ തിരിച്ച്, അപ്പൊ എന്റെ ഫാദറും മദറും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
അത് വി കീപ് വർക്കിംഗ് ഹാർഡ്, റിസൾട്ട്സ് വിൽ ഫോളോ. നമ്മൾ വി ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റിസൾട്ട്സ് തന്നെ വരും. അതിന്റെ ഒരു അതങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിപ്പോ അതിന്റെ ഒരു റിസൾട്ട് വരുന്നു എന്ന് ഞാനും എന്റെ കുടുംബവും വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും കെസിയുടെ ഒരു വലിയൊരു പ്രയാണമാണ്. ആ പ്രയാണത്തിന്റെ ഒരു നല്ലൊരു അവസരത്തിലേക്ക് എത്തി. കാരണം UAE ടീമിലെ അത് ഇന്റർനാഷണൽ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കെസിയ, ഇതിനും അപ്പുറത്തേക്ക് ഒരു സ്വപ്നമുണ്ടോ കെസിയക്ക്? ഒരു ഇന്റർനാഷണൽ ടീം കളിക്കുന്നു, പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഉണ്ടാവുമല്ലോ സ്വപ്നങ്ങൾ ഇങ്ങനെ മല പോലെ നിൽക്കുകയല്ലേ? ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത സമയം എന്റെ ഏറ്റവും വലിയ ഡ്രീം ഓഫ്കോഴ്സ് എല്ലാരെയും പോലെ തന്നെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യണം എന്നായിരുന്നു. ബട്ട് നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോഴായാലും നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ചില സാഹചര്യത്തിൽ വി ഷുഡ് തിങ്ക് വൈസ്ലി, വി ഷുഡ് തിങ്ക് പ്രാക്ടിക്കലി. അപ്പൊ എനിക്ക് അവിടെ നിൽക്കവേ ഞാനൊരു ഏറ്റവും ലോ ആയിട്ട് നിന്നൊരു പോയിന്റിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ നമ്മളെല്ലാരും ചിന്തിച്ചപ്പോൾ ഇത് തട്ടിക്കളയുന്നത് വളരെ ഒരു മണ്ടത്തരമായിരിക്കും. ബിക്കോസ് ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ടു റെപ്രസെന്റ് എ നേഷൻ, ടു റെപ്രസെന്റ് എ കൺട്രി, എസ്പെഷ്യലി ടു റെപ്രസെന്റ് എ കൺട്രി വിച്ച് ഐ വാസ് ബോൺ ഇൻ. അപ്പോ അവിടെ അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക, ഇനിയിപ്പോ UAEക്ക് വേണ്ടി കളിക്കുക, UAEക്ക് വേണ്ടി മാച്ചസ് ജയിക്കുക, UAEനെ വേൾഡ് കപ്പിലേക്ക് എടുക്കുക എന്നുള്ളതാണ് എന്റെയും നമ്മുടെ ടീമായിട്ടുള്ള ഒരു ആഗ്രഹം. ഇപ്പൊ എന്തായാലും നേരത്തെ എൽദോ സൂചിപ്പിച്ചു കെസിയുടെ ഫാദറിനെ അറിയാമെന്നുള്ളത്. ഈ കെസി നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ കെസിയുടെ വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫാദർ തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ഫാമിലിയാണ്. അപ്പൊ ആ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് എൽദോ, അത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതാണ്. സ്വാതന്ത്ര്യ സമര പോരാളിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചെറുമകന്റെ മകൾ കൂടിയാണ് കെസിയ. അപ്പൊ ഒരു വലിയ പാരമ്പര്യം കൂടി ആ ഫാമിലിക്ക് പറയാനുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കൂടി ഞങ്ങളോട് പങ്കുവെക്കാമോ കെസിയ? എന്റെ ഫാമിലി, ഞാൻ വക്കം മൗലവിയുടെ ഗ്രാൻഡ് സൺ ആണ് എന്റെ ഫാദർ. അപ്പൊ ഞാൻ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ ആണ്. സോ അങ്ങനെ ഒരു വലിയൊരു ലെഗസി ഉള്ള ഒരു ഫാമിലിയാണ് എന്റെ ഫാദറിന്റെ ഫാമിലി, വിച്ച് ഇസ് മൈ ഫാമിലി. അത് എപ്പോഴും വളരെ ഒരു പ്രൈഡ് തരുന്ന കാര്യമാണ്. ആൻഡ് എന്റെ മദറിന്റെ സൈഡ്, മദറും ഫാദറും എല്ലാം ഒരു ലിറ്റററി ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. എന്റെ ഫാദർ ഒരു നോവലിസ്റ്റ് ആണ്. രണ്ടുപേരും, എന്റെ അച്ഛനും അമ്മയും ജേർണലിസ്റ്റ് ആയിരുന്നു, ഇവിടെ UAEയിലായിരുന്നു. സോ അതും സ്പോർട്സ് എപ്പോഴും നമ്മുടെ ഫാമിലിയിലെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും സ്പോർട്സ് എന്റെ അനിയനും ഞാനും വളരുമ്പോ തന്നെയും എപ്പോഴും ക്രിക്കറ്റും സ്പോർട്സും ഈവൻ ലിറ്ററേച്ചറും എല്ലാം നമ്മുടെ കൂടെ വളർത്തിയെടുത്തൊരു സാധനമാണ്. ഓക്കെ, എന്നാലും ഈ അനിയനൊപ്പം ഒക്കെ ക്രിക്കറ്റ് കളിച്ചു എന്നറിയാം. ഇനി അണ്ടർ-19 ടൂർണമെന്റിൽ ഈ 2 തവണ കേരളത്തിന് വേണ്ടി കെസി കളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ആരൊക്കെയായിരുന്നു ഒപ്പോസിഷൻ, ആരൊക്കെയായിരുന്നു എതിരാളികൾ? അതിനെക്കുറിച്ച്, ആ മത്സരങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാൻ 2 സീസണായിട്ടാണ് അണ്ടർ-19 റെപ്രസെന്റ് ചെയ്തത്. കാറ്റഗറി ക്രിക്കറ്റ് ആയിരുന്നു അണ്ടർ-19. അതില് നമ്മള് ഹരിയാന, ബറോഡ, മിസോറാം, മണിപ്പൂർ എന്നിവയുള്ള മറ്റുള്ള സ്റ്റേറ്റ്സ് ആയിട്ടും മാച്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ ടീമായിട്ട് തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ച് മാച്ചസ് തോറ്റുപോയി. ബട്ട് ആസ് എ ടീം, നമ്മുടെ അണ്ടർ-19 കേരള ടീം, ഞാൻ കളിച്ചിരുന്ന ആ ടീം വളരെ നല്ലൊരു ടീമായിരുന്നു. കെസിയുടെ ഒരു ഹീറോ അതാരാണ്? എന്റെ ഹീറോ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ ഫാദർ തന്നെയാണ്, എന്റെ പപ്പയാണ്. ബിക്കോസ് എല്ലാ കാര്യത്തിലും ഈ ഒരു 7 years പല സ്ഥലത്തും എനിക്ക് ഈ ഒരു ജേർണി എനിക്ക് മതിയായി, അല്ലെങ്കിൽ എനിക്ക് മടുത്തു എന്ന് തോന്നിയപ്പോഴും പപ്പയായിരുന്നു ദാറ്റ് കെപ്റ്റ് മീ ഗോയിങ്. ഹി ഹാഡ് ഇറ്റ് ഇൻ ഹിം ടു പുഷ്. ആ ഒരു പെർസിവിയറൻസ് പപ്പയ്ക്കുണ്ടായിരുന്നു. ആ പപ്പയുടെ ആ ഒരു സ്പിരിറ്റ് ആണ് എന്നിലേക്ക് കിട്ടിയതും എന്നിലേക്ക് തന്നതും ടു ടേക്ക് ദ ജേർണി ഫോർവേഡ്. ഓക്കെ, ഇതിന് അപ്പുറത്തേക്ക് ഈ അഹമ്മദ് റാസ എന്നൊരു പരിശീലനത്തിലേക്ക് എത്തിയത് വളരെ ഒരു നിർണായകമായിരുന്നു കെസിയയ്ക്ക്. എങ്ങനെയാണ് അഹമ്മദ് റാസ എന്ന പോയിന്റിലേക്ക് എത്തിയത്? സാറ് ഫോമർ UAE പ്ലെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് സാറിന് പ്ലേയിങ് പ്രൊഫഷൻ മാറിയപ്പോൾ സാറ് ഇപ്പൊ UAE വിമൻസ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് വന്നു. അങ്ങനെ സാറ് ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റഡ് ആയ സമയത്താണ് എന്റെ ബാറ്റിംഗ് വീഡിയോസ് സാറിൽ എത്തുന്നത്. അപ്പോൾ സാർ കണ്ടിട്ടാണ് സാറാണ് പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് സാറ് പറയുന്നത്
നാഷണൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, ജോയിൻ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗസിയ, എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് അല്ലെ. നന്നായി കളിച്ച് മുന്നേറാൻ കഴിയട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Thank you very much for having me. Thank you, Kesia. Thank you so much. Okay, thank you, Jess. Thank you.